താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ കുടുംബത്തിന് വേണ്ടി നിശ്ചയിച്ചതിനെ റൂട്ട് തെറ്റാതെ, ഞാൻ ആ പദം ഇങ്ങനെ പറയുന്നു, ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് റൂട്ട് തെറ്റാതെ നിന്റെ അടുത്ത് വന്നിരിക്കും. ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് വഴിതെറ്റി പോകാതെ, മിസ്സായി പോകാതെ നിന്റെ കയ്യിൽ തന്നെ അത് വന്നിരിക്കും. യേശു കർത്താവ് പത്രോസിനോട് പറയുന്നു, നീ പോയി ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനെ പിടിക്കാം. നിനക്ക് കരം കൊടുക്കുവാനുള്ള ചതുർദ്രഹ്മ നാണയം ആ മീന്റെ വായിലുണ്ടാകും. പത്രോസ് പോയി ചൂണ്ടയിടുന്നു. നിങ്ങൾക്കറിയാമോ, ഗലീല കടലിൽ എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മീനുകളുണ്ട്. അതിൽ ഒരു മീന്റെ വായിൽ മാത്രമേ ചതുർദ്രഹ്മ നാണയം ഉള്ളൂ. എത്രയോ ആൾക്കാർ ആ കടലിൽ അല്ലെങ്കിൽ ആ ലേക്കിൽ വലയെറിയുന്നുണ്ട്. എത്രയോ പേർ ഇപ്പോൾ അവിടെ ചൂണ്ടയിട്ടിരിപ്പുണ്ട്. പക്ഷേ ദൈവം തമ്പുരാൻ പത്രോസിന് വേണ്ടി സെറ്റ് ചെയ്ത മീൻ റൂട്ട് തെറ്റാതെ, മറ്റൊരു വലയിലും ചൂണ്ടയിലും കേറിപ്പോകാതെ അത് കൃത്യമായി പത്രോസിന്റെ ചൂണ്ടയിൽ തന്നെ കയറും. ഇനി ഒരു കാര്യം കൂടെ കേട്ടോ, ചതുർദ്രഹ്മ നാണയം വിഴുങ്ങിയ മീനിന്റെ വായ്ക്കകത്ത് സ്പേസ് കുറവാണെങ്കിലും, അതിനകത്ത് ചൂണ്ടയിൽ കയറി കൊത്താനുള്ള ടെംപ്റ്റേഷൻ ഇല്ലെങ്കിലും, മീനിന് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും മീൻ കൊത്തിയിരിക്കും. കാരണം അത് നിനക്ക് വേണ്ടിയുള്ളതാണ്. അത് നിന്റെ ചൂണ്ടയിൽ തന്നെ വരും. ദൈവം ഒരുക്കിയത് റൂട്ട് തെറ്റുകയില്ല. ദൈവം ഒരുക്കിയത് വഴിതെറ്റി എവിടോട്ടേലും കയറി പോകുകയില്ല. ഏലിയാവിനെ സ്വർഗത്തിലെ ദൈവത്തിന് കരുതാൻ കാക്കയുടെ വായിൽ അപ്പവും ഇറച്ചിയും സെറ്റ് ചെയ്ത് സ്വർഗത്തിലെ ദൈവം കാക്കയെ അയക്കുന്നെങ്കിൽ കാക്ക വഴിതെറ്റി മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊണ്ട് കൊടുക്കുകയില്ല. ഏലിയാവിനെ പോലെ ഇരിക്കുന്ന വേറൊരാൾക്ക് അത് കൊടുക്കുകയില്ല. ഏലിയാവിനെ പോലെ പ്രവചിക്കുന്ന ഒരു പ്രവാചക ശിഷ്യനും അത് കിട്ടുകയില്ല. കാക്കയ്ക്ക് റൂട്ട് തെറ്റാൻ പറ്റില്ല. കാരണം റൂട്ട് ഡിസൈൻ ചെയ്തത്, റൂട്ട് സെറ്റ് ചെയ്തത് ദൈവമാണെങ്കിൽ നിനക്കുള്ളത് നിന്റെ കയ്യിലെത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് ചില വ്യക്തികളോട് കർത്താവ് പറയുന്നു.